നമുക്കെല്ലാവർക്കും ഏറെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് മിഡിൽ ക്ലാസിന്റെ ജീവിതം എന്നത്. എന്നാൽ അതൊരു ചർച്ചാ വിഷയമാക്കിയാലോ? മാതൃഭൂമി അക്ഷരോത്സവത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് നടന്ന മിഡിൽ ക്ലാസ് പ്രഷർ കുക്കർ എന്ന വിഷയത്തിന്മേലുള്ള ചർച്ച കാണികളെ ഏറെ ആകർഷിച്ചു. മിഡിൽ ക്ലാസിന്റെ ജീവിതത്തെയും സാഹചര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ അവസരം ലഭിച്ചാൽ എന്തൊക്കെ പറയാനുണ്ടാകും. പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളുണ്ടെന്നാണ് ചിലർക്ക് പറയാനുള്ളത്. പി വിജയൻ IPS ലളിതമായി താൻ വളർന്നു വന്ന സാഹചര്യങ്ങളിലൂടെയും ദിനംപ്രതി കടന്നുപോകുന്ന അനുഭവങ്ങളിലൂടെയും മിഡിൽ ക്ലാസ് ലൈഫിനെ വിവരിച്ചു. Basically, by birth to death, everyone is in the actually നെട്ടോട്ടമൂടുകൾ തടവറകൾ ഉണ്ടാക്കാൻ. ആ തടവറകൾ കാരാഗ്രഹങ്ങൾ കല്ലുകൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ ഭീകരമാണ്. കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ഗുണം എന്താണെന്നറിയോ? അതിന്റെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പുറത്തു പോകാൻ പറ്റും. പക്ഷെ മനസ്സുകൊണ്ടുണ്ടാക്കുന്നതിന്റെ പ്രശ്നം that cannot be come out of that one. കാരണം so intense and so terrifying ആണ്. മിഡിൽ ക്ലാസിന്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ പ്രഷർ കുക്കറിൽ ഇരിക്കും പോലെ തന്നെയെന്ന ദിവ്യ S. അയ്യരുടെ അഭിപ്രായം. നമ്മളെപ്പോഴും ഭയങ്കര അക്ഷമരാണ്. ഇങ്ങേയറ്റത്തും അങ്ങേയറ്റത്തുമുള്ള മനുഷ്യരുടെ ഒരു സ്വഭാവ സവിശേഷതയല്ല. നമുക്ക് ഈ പറഞ്ഞ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കാനുള്ളൊരു അക്ഷമത്വം തീർച്ചയായിട്ടും ഇന്നുമുണ്ട്. അപ്പോൾ ആ ഒരു റെസ്റ്റ്ലെസ്നെസ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു സവിശേഷതയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മധ്യവർഗത്തിന് ഏറ്റവും കൂടുതലുള്ളത്. ജെൻ റോബോട്ടിക്സിന്റെ CEO വിമൽ ഗോവിന്ദന് പറയാനുള്ളത് മറ്റു ചിലതായിരുന്നു. You can also understand the higher side people and lower side people. So the bandwidth to go into the top and bottom is an opportunity for the middle class. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ എടുക്കുന്നതനുസരിച്ചിരിക്കും. പക്ഷെ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ആളുകൾ ആ ഒരു രീതിയിലേക്ക് അതിനെ മനസ്സിലാക്കാനോ അതിലേക്ക് മൂവ് ചെയ്യാനോ ശ്രമിക്കുന്നതിന് പകരം they try to be in a comfort zone of stability. മിഡിൽ ക്ലാസ് ജീവിതം തങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് അതിന്റെ ആശങ്കകളെക്കുറിച്ചും കാണികളും വാചാലരായി. മാതൃഭൂമി അക്ഷരോത്സവത്തിന് മുന്നോടിയായി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ഡബിൾ സ്ട്രോങ് കടുപ്പത്തിൽ ഒരു ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു എല്ലാവരും. റേഡിയോ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട മാഹി മച്ചാൻ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.